കേരളത്തിലെ 5 ലക്ഷത്തിൽ പരം വരുന്ന സർവീസ് പെൻഷൻകാരുടെ പ്രശ്നങ്ങളോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം.എൽ.എ. പറഞ്ഞു. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് മലപ്പുറം ജില്ലാ സമ്മേളനം മഹാകവി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർവീസ് സംഘടനകളെപ്പോ ഗവൺമെന്റിനോട് ചോദിക്കും, ഗവൺമെന്റിന് സമരം ചെയ്യാനുണ്ട്. മറ്റുള്ള ഒരു സംഘടനകളും നമ്മളിപ്പോൾ ഹയാത്തിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ തൊഴിലാളികളുടെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന CITയുടെ കൊടി പോലും എവിടെയും കാണുന്നത് ജീവനക്കാർക്ക് പ്രശ്നമല്ലേ? ജീവനക്കാരെ ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് സർവീസ് രംഗത്ത്? എന്താണ് വില നിലവാരത്തിന്റെ സ്ഥിതി? ഒന്നും കൊണ്ട് വിലക്കയറ്റം. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ സർവീസ് പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എന്തായിരുന്നാലും ഈ 10 കൊല്ലം നിങ്ങൾ അനുഭവിക്കേണ്ട പ്രയാസമൊന്നും അനുഭവിക്കേണ്ടില്ല. ജനമനസ്സുകളും. ജില്ലാ പ്രസിഡന്റ് C. അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുള്ള വാവൂർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബാർ ഹാജി മുഖ്യാതിഥിയായി. TV ഇബ്രാഹിം MLA മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് പ്രമേയ പ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് മേത്തുടിക, ജനറൽ സെക്രട്ടറി AK സൈനുദ്ദീൻ, നസീം പുളിക്കൽ, PV ലത്തീഫ്, അഷ്റഫ് മാടാൻ, നാനാക്കൽ മുഹമ്മദ്, CH ജലീൽ എന്നിവർ പ്രസംഗിച്ചു. പഠന സെഷനിൽ PMA സമീർ, അഡ്വക്കേറ്റ് KNA ഖാദർ എന്നിവർ പ്രഭാഷണം നടത്തി. KM റഷീദ്, P അബ്ദുറഹ്മാൻ, TT മുഹമ്മദ്, ബഷീർ പാലത്തിങ്കൽ, നാലകത്ത് ഹംസ, EP മുനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PKC അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. N മൊയ്തീൻ, AM അബൂബക്കർ, TP മൂസക്കോയ, ഖാദർ കൊടവണ്ടി, V മുസ്തഫ, KV അബൂബക്കർ, KK മൂസക്കുട്ടി മാസ്റ്റർ, K അബ്ദുൽ ഖാദർ, MK കമ്മുക്കുട്ടി മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, Air 1.